കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അർജുൻ, നിനക്ക് എന്തു പറ്റി? എന്താന്ന് പറയുക അർജുൻ. എന്തുപറ്റി അർജുൻ? എന്താ നടന്നത്? മന്ത്രവാദിനി നമ്മൾ വിചാരിച്ച പോലെയല്ല. ആരും അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മന്ത്രശക്തി ഉപയോഗിച്ച് എന്തോ ഒന്ന് ഇവിടെ ചെയ്തു വെച്ചിരിക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും അർജുൻ? നമുക്ക് എങ്ങനെയെങ്കിലും അകത്ത് പോയല്ലേ പറ്റൂ. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഞാൻ ആദ്യം അകത്ത് പോയി നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ മന്ത്രവാദിനിയുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു വഴി ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ പോയിട്ട് വേഗം വരാം. എവിടെയാണ് നാഗിനി? പെട്ടെന്ന് വരൂ. എന്തിനായിരിക്കും ഗുരുദേവ ഇപ്പൊ എന്നെ വിളിക്കുന്നത്? എന്തിനാണെന്ന് അറിയില്ലല്ലോ. ഗുരുദേവ, എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് അങ്ങേക്ക് അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാണ് എന്നെ ഇത്രയും വേഗം തിരികെ വിളിച്ചത് ഗുരുദേവ? ഇത് നോക്കൂ. പ്രഭു, 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 പ്രഭുവിന്റെ കണ്ണിൽ നിന്ന് എന്താ ഇങ്ങനെ കണ്ണുനീര് വരുന്നത് ഗുരുദേവ? അത് കണ്ണീരല്ല മകളെ, ശരീരത്തിലെ ഉള്ളിലെ ആത്മാവ് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സൂചനകളാണ് ഈ കാണിക്കുന്നത് മകളെ. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ പ്രഭുവിനെ രക്ഷിക്കണം ഗുരുദേവ. നിന്റെ പ്രഭുവിനെ രക്ഷിക്കാനായി നിനക്ക് വളരെയധികം സമയം കുറവാണ് മകളെ. ശരീരത്തിന് പുറത്തേക്ക് ആത്മാവ് പോകാതെ ശരീരത്തിനുള്ളിൽ തന്നെ ആത്മാവ് ഇരുന്നത് കൊണ്ടാണ് നിന്റെ പ്രഭുവിന് മരണം സംഭവിക്കാതെ ഇത്രയും നാൾ പിടിച്ചു നിർത്തിയത് മകളെ. ഒരു വേള ആത്മാവ് വെളിയിൽ പോയിരുന്നെങ്കിൽ നിന്റെ പ്രഭു ഈ ലോകത്ത് നിന്ന് എന്നേ വിടവാങ്ങിയനെ മകളെ. നിന്റെ പ്രഭു നിന്നെ വിട്ടു പോകുന്നതിനുള്ള സമയമായെന്ന് നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചു വരുത്തിയത് മകളെ. എന്റെ പ്രഭു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഗുരുദേവ. എന്റെ ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ എന്റെ പ്രഭുവിനെ രക്ഷിക്കും. നിന്റെ ജീവൻ കൊടുത്തെന്ന് കരുതി നിന്റെ പ്രഭു തിരിച്ചു വരില്ല. അർജുന്റെ ജീവനെടുത്താൽ മാത്രമേ നിന്റെ പ്രഭു തിരിച്ചു വരൂ. പൗർണമി ദിവസമായ ഇന്ന് അർജുൻ ക്ഷേത്രത്തിൽ മാണിക്യം വെക്കുന്നതിന് മുൻപ് നീ അവനെ കൊന്നിരിക്കണം. ഇതാ ഈ നിമിഷം മുതൽ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് നീ നിന്റെ ദൗത്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നൊരിക്കലും നിനക്കവനെ കൊല്ലാൻ സാധിക്കുകയില്ല മകളെ. അങ്ങനെയെങ്ങാനും സംഭവിച്ചാൽ നിനക്ക് നിന്റെ പ്രഭുവിനെ എന്നേക്കുമായി മറക്കേണ്ടി വരും മകളെ. അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. 24 മണിക്കൂറിനകം ഞാൻ അർജുനെ കൊന്നിരിക്കും. ജയ് ജയ് കാലഭൈരവി, ജയ് ജയ് കാലഭൈരവി. ജയ് കാലഭൈരവി, ജയ് ജയ് കാലഭൈരവി.
വിചാരിച്ചതുപോലെ സംഭവിച്ചു. എന്റെ സ്വപ്നം പെട്ടെന്ന് നിറവേറാൻ പോവുകയാണ്. ഉറപ്പായി നിറവേറാൻ പോവുകയാണ്. ജയ് കാലഭൈരവി, ജയ് ജയ് കാലഭൈരവി. ഈ ദുഷ്ടത്തനം ചെയ്യുന്ന ഈ മന്ത്രവാദിനിയുടെ ശ്രദ്ധ എന്തെങ്കിലും ചെയ്ത് പെട്ടെന്ന് മാറ്റണമല്ലോ. ജയ് കാലഭൈരവി. എന്നാലേ അർജുനും ഭവാനിക്കും അകത്ത് വന്ന് ഈ നാഗമാണിക്യം എടുത്തിട്ട് പോവാൻ സാധിക്കുകയുള്ളൂ. ജയ് കാലഭൈരവി, ജയ് ജയ് കാലഭൈരവി. ജയ് കാലഭൈരവി, ജയ് ജയ് കാലഭൈരവി. ജയ് ജയ് കാലഭൈരവി, ജയ് കാലഭൈരവി, ജയ് ജയ് കാലഭൈരവി. ജയ് കാലഭൈരവി, ജയ് ജയ് കാലഭൈരവി. ജയ് കാലഭൈരവി, ജയ് ജയ് കാലഭൈരവി. ജയ് കാലഭൈരവി. ആഘാതം, എന്റെ അടുത്തേക്ക് വാ. ഗരുഡ, ഗരുഡ. എന്താണമ്മേ? ഈ പച്ചക്കിളി എന്നെ സമാധാനമായി പൂജ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ആവശ്യമില്ലാതെ ശല്യപ്പെടുത്തുന്നു ഗരുഡ. ഈ കുസൃതിയായ കിളിയെ കൊന്നുകളഞ്ഞേക്ക്. ശരിയമ്മേ. ജയ് ഭൈരവി, ജയ് ജയ് കാലഭൈരവി, ജയ് കാലഭൈരവി. അവന് എത്ര അഹങ്കാരമുണ്ട്! നിനക്ക് എത്രമാത്രം അഹങ്കാരമോ? ജയ് കാലഭൈരവി, ജയ് ജയ് കാലഭൈരവി. എടുക്ക്. ജയ് കാലഭൈരവി, ജയ് ജയ് കാലഭൈരവി. അർജുൻ, അതെടുക്ക്. എടുക്ക് അർജുൻ. ഇതാ മന്ത്രവാദിനിയുടെ മാന്ത്രിക വടിയാ. ഈ മാന്ത്രിക വടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ മന്ത്രവാദിനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അകത്തേക്ക് കയറാം. അർജുൻ, വാ ഭവാനി. എടാ, നിക്കടാ അവിടെ. ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ നീ ജീവനോടെ ഉണ്ടാകില്ല. ആ മാന്ത്രദണ്ഡ് എന്റെ കയ്യിൽ തരൂ. തരാൻ തരാൻ. ആ മാന്ത്രിക വടി കൊടുക്കരുത്. ഈ മാന്ത്രിക വടി ഉണ്ടെങ്കിൽ മാത്രമേ മന്ത്രവാദിനിയുടെ മന്ത്രങ്ങൾക്ക് ശക്തിയുള്ളൂ. ഓം ഹ്രീം ക്ലീം ജഞ്ചട്ടാ ബമ്മട്ടാ ഓം ഫട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ മന്ത്രവാദിനിക്ക് മാന്ത്രിക വടി ഇല്ലാതെ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. നിക്കവിടെ. ഒരടി മുന്നോട്ട് വെച്ചാ കൊല്ലും ഞാൻ.
ഏയ് മാറ് മാറിക്ക. എന്റെ വടി താ, എന്റെ വടി തരാൻ. തരാൻ. തരാനല്ലേ പറഞ്ഞേ? തരാൻ. തരില്ല. എവിടെ എടുക്ക? മാറ്. വടി താടാ. തരാൻ. എന്റെ അർജുനെ വിട്. വിട്. എന്റെ വടി വിട് തരാൻ. തിരികെ തരാൻ. മാറ്. തിരികെ തരാൻ. മാറിക്കല്ലേ പറഞ്ഞത്. തിരികെ തരാൻ. വാണി വാണി ഇത് പിടിക്കേ. അർജുൻ വാ അർജുൻ, നമുക്ക് പോവാം. വാ പെട്ടെന്ന്. മാണിക്യം എനിക്ക് തരൂ. നാഗമാണിക്യം എനിക്ക് തരൂ. ഇല്ല തരാൻ. തരില്ല. തരാൻ പറ്റില്ല. എന്റെ കയ്യിൽ തരാൻ. മാണിക്യം എനിക്ക് തരാൻ. പറഞ്ഞു കേട്ടില്ലേ? മാണിക്യം എന്റെ കയ്യിൽ തരാൻ. ഇപ്പൊ മാണിക്യം നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിൽ എത്തിക്കണം. ഒരു കാരണവശാലും ഇത് നഷ്ടപ്പെടാൻ പാടില്ല. നമുക്ക് പോ അർജുൻ, വാ പോവാം. ഏയ്, എന്റെ നാഗമാണിക്യം എനിക്ക് തിരികെ തരൂ. തരാൻ പറ്റില്ല. തിരികെ പറ്റില്ലെന്നല്ലേ തരാൻ. പറഞ്ഞത്. ഏയ്, എനിക്ക് മാറി നിൽക്ക്. തരാൻ. മാറി നിൽക്ക്. തിരികെ തരാൻ. അർജുൻ അർജുൻ, നമുക്ക് പെട്ടെന്ന് പോവാം അർജുൻ. വാ വാണി. ഭവാനി, ആ നാഗമാണിക്യം ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ മന്ത്രവാടി കൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ഉപയോഗം തന്നെ ഇല്ല. അതങ്ങ് കളഞ്ഞേക്ക്. വാ പോകാം. ഹേയ്, നിക്കടാ അവിടെ. അവിടെ നിക്കടാ, അവിടെ നിക്കടാ. അവിടെ നിക്കാൻ, നിക്കാനല്ലേ പറഞ്ഞേ? അവിടെ നിക്കാൻ. നിക്ക്, നിക്കവിടെ. അവിടെ നിക്കാൻ. മാണിക്യവും കൊണ്ട് എവിടെ പോവാ? അതെന്റെ മാണിക്യോ. തിരികെ തരാൻ, തിരികെ തരാൻ. ഏയ്, എന്റെ അടുത്തുനിന്ന് മാണിക്യം എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. മര്യാദയ്ക്ക് മാണിക്യം തിരികെ തരൂ. എന്റെ മന്ത്രസിദ്ധി കൊണ്ട് രണ്ടിനെ ഞാൻ ഭസ്മമാക്കും. തരാൻ, തിരികെ തരാൻ. മാണിക്യം എന്റെ കയ്യിൽ തിരികെ തരാൻ. അർജുൻ, ഈ മന്ത്രവാദിനി കാരണം നമ്മൾ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തന്നെ കാരണം ഈ മന്ത്രവാദിനിയാ. ഈ മന്ത്രവാദിനി ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. അതെ അർജുൻ, ഈ മന്ത്രവാദിനി ജീവനോടെ ഉണ്ടായ ഇനിയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കുടുംബത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അർജുൻ, ഈ മന്ത്രവാദിനിയെ ഭസ്മമാക്ക്. എന്റെ മാണിക്യം എനിക്ക് തിരികെ തരൂ. നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല, ഇല്ലാതാക്കാൻ കഴിയില്ല. എന്തിനു നോക്കുന്നത് അർജുൻ? കഴിയില്ല. അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ ശക്തി കൊണ്ട് അവരെ ഭസ്മമാക്ക്. ഈ മന്ത്രവാദിനെ ഞാൻ എങ്ങനെ ഭസ്മമാക്കുമെന്നാ പറയുന്നത്? എന്റെ കയ്യിൽ ഈ മാണിക്യം ഇരിക്കുകയല്ലേ. ഈ മാണിക്യത്തിന്റെ ശക്തി കൊണ്ട് ഈ മന്ത്രവാദിനിക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവരുടെ മന്ത്രം നമുക്ക് ഏക്കില്ല. ഈ മാണിക്യത്തിന് അത്രത്തോളം ശക്തിയുണ്ട്. ഈ മാണിക്യത്തിന്റെ ശക്തി കൊണ്ട് ഈ മന്ത്രവാദിനിയെ ഇല്ലാതാക്ക അർജുൻ. എന്താ അർജുൻ, എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഭവാനി പറഞ്ഞതെല്ലാം സത്യമാണ്. ഈ മന്ത്രവാദിനിയെ ഭസ്മമാക്ക്. എന്താ ആലോചിക്കുന്ന അർജുൻ? ഈ മന്ത്രവാദിനിയെ എങ്ങനെ ഭസ്മമാക്കാന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം.
കയ്യിലുള്ള നാഗമാണിക്യം കൊണ്ട് നിന്റെ മുന്നിലുള്ള മന്ത്രവാദിനെ ഭസ്മമാക്കാം. വേണ്ട, 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 വേണ്ട. വേണ്ട, വേണ്ട, വേണ്ട. എന്നെയൊന്നും ചെയ്യരുത്. എന്റെ മാണിക്യം തിരികെ തരൂ. അത് തിരികെ തരാൻ. അതെന്റെ മാണിക്യോ. എന്നെയൊന്നും ചെയ്യരുത്. തിരികെ തരൂ. തിരികെ തരാൻ. ഓം ക്ലീം ഹ്രീം ജഞ്ചട്ട ബമ്മട്ട. ഓം ക്ലീം ഹ്രീം ഹ്രീം. ജഞ്ചട്ട ബമ്മട്ട. ഓം ക്ലീം ക്ലീം. ഈ മന്ത്രവാദിനിക്ക് നമ്മൾ ഇനിയൊന്നും ചെയ്യാൻ സാധിക്കില്ല അർജുൻ. വാ നമുക്ക് പോവാം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ക്ഷേത്രത്തിൽ വെക്കണം. അവിടെ വച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും അർജുൻ. നമുക്ക് പെട്ടെന്ന് പോവാം. വാ. ശരി, വാ ഭവാനി. ഈ മാണിക്യം ക്ഷേത്രത്തിനുള്ളിൽ വയ്ക്കുന്നതിനുള്ള ശരിയായ സമയം ഇതല്ല ഭവാനി. നാളെ പുലർച്ചെ സമയത്ത് കൃത്യം 4:16 നാഴികയ്ക്കാണ് ശുഭമുഹൂർത്തം ഉള്ളത്. ആ സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ നാഗമാണിക്യം വെച്ചാൽ അതിനുശേഷം നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും. താങ്ക്സ് തത്തെ. നീ വലിയൊരു സഹായം ഇപ്പോ. ഞാൻ വന്ന് ജോലി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്റെ സഹായം ആവശ്യമുള്ളപ്പോ നിങ്ങൾ എന്നെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ബൈ. അർജുൻ, നാളെ പുലർച്ചെ 4:16 വരെ നമ്മൾ ഈ കാട്ടിൽ എന്താ ചെയ്യാ? നമുക്ക് വീട്ടിലേക്ക് പോവാം അർജുൻ. ഓം ക്ലീം ക്ലീം ജഞ്ചട്ട ബമ്മട്ട. അർജുൻ, വാ നമുക്ക് പോവാം. അതെ, പോയവരാരും തിരിച്ചു വന്നില്ലല്ലോ. അപ്പോ അവൻ ചത്തത് തന്നെയല്ലേ? ചത്ത പോലെയല്ല, അവൻ ചത്തു കഴിഞ്ഞു. അച്ഛാ, ചത്തെന്ന് പറഞ്ഞല്ലോ. അച്ഛൻ കണ്ടായിരുന്നു ചത്തത്?